അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ വഅലാ ആലിഹി വസഹ്ബിഹി മൂഫീന അഹ്ദ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കാൻ എന്നോടും നിങ്ങളോടും ഉപദേശിക്കുകയാണ്. തേജസ് ന്യൂസിൻ്റെ റമളാൻ വിചാരത്തിലേക്ക് സ്വാഗതം. കടകളിൽ നിന്ന് നമ്മൾ സാധനങ്ങൾ തൂക്കിയോ അളന്നോ എണ്ണിയോ വാങ്ങുമ്പോൾ അളവിനേക്കാൾ അല്പം കൂടുതൽ നൽകുന്ന പ്രവണത കണ്ടുവരാറുണ്ട്. മുൻതൂക്കം എന്നാണ് പൊതുവെ ഇതറിയപ്പെടുന്നത്. എന്തിനാണ് ഇങ്ങനെ അല്പം കൂടുതൽ നൽകുന്നത്? തൂക്കാനും അളക്കാനും ഉപയോഗിച്ച ഉപകരണത്തിലോ അളവിലോ തൂക്കത്തിലോ എന്തെങ്കിലും പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാനാണ് അത്തരം നന്മകൾ സമൂഹം പുലർത്തി വരുന്നത്. മനുഷ്യർക്ക് സൃഷ്ടാവായ അള്ളാഹു നിർബന്ധമാക്കിയ കർമ്മങ്ങൾ നിർവഹിക്കുമ്പോഴുണ്ടാകുന്ന പിഴവുകളും കുറവുകളും പരിഹരിക്കാനാണ് ഐച്ഛിക കർമ്മങ്ങൾ അഥവാ സുന്നത്തുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. ഫർദ് നമസ്കാരങ്ങൾക്ക് മുമ്പും പിമ്പുമായി നാം റവാത്തിബ് സുന്നത്ത് നമസ്കരിക്കാറുണ്ടല്ലോ. സക്കാത്തിന് പുറമേ നാം ധാരാളം സ്വതക്കകൾ ചെയ്യാറില്ലേ? ഹജ്ജ് ചെയ്തവർ വീണ്ടും വീണ്ടും ഉംറയും ഹജ്ജും നിർവഹിക്കുന്നുണ്ട്. ഇതെല്ലാം വിശ്വാസികൾ ചെയ്യുന്നത് തങ്ങളുടെ നിർബന്ധ കർമ്മങ്ങളിലെ പോരായ്മകൾ പരിഹരിച്ച് കർമ്മങ്ങൾ സ്വീകാര്യയോഗ്യമാക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ നാം എല്ലാവരും നിർബന്ധ കർമ്മമായ റമളാനിലെ നോമ്പ് അനുഷ്ഠിക്കുകയാണ്. നമ്മുടെ നോമ്പിൽ വന്നു പോകുന്ന ന്യൂനതകളെ പരിഹരിച്ച് പൂർണ്ണത ലഭിക്കാൻ നാം എന്താണ് ചെയ്യേണ്ടത്? റമളാൻ കഴിഞ്ഞാൽ തുടർന്ന് വരുന്ന ശവ്വാൽ മാസത്തിൽ 6 നോമ്പുകൾ നോറ്റുകൊണ്ടാണ് നമുക്ക് അതിന് സാധ്യമാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൻ സ്വാമ റമളാന ഈമാനൻ സുമ്മ അത്ബിഉഹു സിത്തം മിൻ ശവ്വാൽ കാന സിയാമുദ്ദഹർ. ആരെങ്കിലും റമളാൻ നോമ്പ് അനുഷ്ഠിക്കുകയും തുടർന്ന് ശവ്വാലിൽ 6 നോമ്പ് അനുഷ്ഠിക്കുകയും ചെയ്താൽ 1 വർഷം പൂർണ്ണമായി നോമ്പ് അനുഷ്ഠിച്ച പ്രതിഫലം ലഭിക്കുന്നതാണ്. ശവ്വാൽ മാസത്തെ 6 നോമ്പുകൾ റമളാൻ കഴിഞ്ഞ ഉടനെ ശവ്വാൽ 2 മുതൽ തുടർച്ചയായി 6 ദിവസം നോറ്റുവീട്ടലാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. എന്നാൽ ശവ്വാൽ മാസം അവസാനിക്കുന്നതിനുള്ളിൽ സൗകര്യം പോലെ അനുഷ്ഠിച്ചാലും മതിയാവുന്നതാണ്. തിങ്കൾ വ്യാഴം പോലെയുള്ള ദിവസങ്ങളിലോ അയ്യാമുൽ ബീദ് വെളുത്ത വാവ് ദിനങ്ങളിലോ അനുഷ്ഠിച്ചാലും മതിയാകുന്നതാണ്. രോഗം, യാത്ര, ആർത്തവം പോലെയുള്ള കാരണങ്ങളാൽ നഷ്ടപ്പെട്ട നോമ്പുകൾ അനുഷ്ഠിക്കുന്നവർ ശവ്വാൽ 6 നോമ്പിൻ്റെ സുന്നത്ത് കൂടി കരുതിയാൽ അവർക്കും പ്രതിഫലം ലഭിക്കുന്നതാണ്. ശവ്വാൽ 6 നോമ്പിന് പുറമെ എല്ലാ ആഴ്ചകളിലും തിങ്കൾ വ്യാഴം ദിവസങ്ങൾ, എല്ലാ ഹിജ്റ മാസവും 13, 14, 15 വെളുത്ത വാവ് ദിനങ്ങൾ, മുഹറം 9, 10 ദിവസങ്ങൾ, ദുൽഹജ്ജ് 9 എന്നീ ദിനങ്ങളിലും നോമ്പനുഷ്ഠിക്കൽ പ്രബലമായ സുന്നത്താണ്. അള്ളാഹു നമുക്ക് നിർബന്ധമാക്കിയ കർമ്മങ്ങൾ അനുഷ്ഠിക്കാതെ നാം അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിച്ചവരായി തീരുകയില്ല. എന്നാൽ നിർബന്ധ കർമ്മങ്ങൾ കൊണ്ട് മാത്രം നമുക്ക് അള്ളാഹുവിൻ്റെ സാമീപ്യം ലഭിക്കുകയുമില്ല. അടിമ ഐച്ഛിക കർമ്മങ്ങൾ നിർവഹിക്കുന്നതിലൂടെയാണ് അള്ളാഹുവിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കാൻ സാധിക്കുന്നത്. അള്ളാഹു പറയുന്നു, എൻ്റെ അടിമ സുന്നത്തിലൂടെ എന്നിലേക്ക് സാമീപ്യം ലഭിച്ചു കഴിഞ്ഞാൽ അവൻ പിടിക്കുന്ന കൈകൾ ഞാൻ ആയി മാറും, അവൻ കാണുന്ന കണ്ണ് ഞാൻ ആയി മാറും, അവൻ കേൾക്കുന്ന ചെവി ഞാനായി മാറും, അവൻ നടക്കുന്ന കാലുകൾ ഞാനായി മാറും. അഥവാ അവൻ്റെ പിടുത്തവും നടത്തവും കാഴ്ചയും കേൾവിയുമെല്ലാം എൻ്റെ തൃപ്തിയിലും പ്രതിഫലത്തിലും മാത്രമായി തീരും. അവൻ എന്നോട് ചോദിച്ചാൽ ഞാൻ നൽകുക തന്നെ ചെയ്യും. എന്നോട് സഹായം തേടിയാൽ ഞാൻ അവനെ സഹായിക്കും. സുന്നത്തുകൾ വർദ്ധിപ്പിച്ച് നാഥൻ്റെ ഇഷ്ടക്കാരായി തീരുന്ന സ്വാലിഹീങ്ങളിൽ നാഥൻ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.